ഹലോ, വെൽക്കം ബാക്ക് ടു തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ. ആ സ്പൂണ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടോ. അതുപോലെ തന്നെ കഴിക്കാനും വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ പുഡിംഗ് ആട്ടോ. അപ്പം നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കിയേക്കുന്നത് മാങ്ങ വെച്ചിട്ടാട്ടോ. ഒരു അടിപൊളി മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഇത് നമ്മുടെ മാവേലെ നല്ല ഫ്രഷ് മാംഗോ ആട്ടോ. അപ്പം നമ്മൾ പുഡിങ്ങിന് വേണ്ടത്ര മാംഗോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 250 ഗ്രാമോളം വരുന്ന മാംഗോസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള മാംഗോ ആണ്. അപ്പോൾ ഇനി നമുക്കത് ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ മാംഗോയിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ ചേർക്കുന്നത്. പുഡിങ്ങിന് അത്യാവശ്യം മധുരം വേണം, പിന്നെ മധുരമൊക്കെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാത്രം കുറച്ച് പാല് ചേർത്ത് കൊടുക്കാവേ. അപ്പം പാലും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ തിക്കനിങ് ഏജൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവേ. കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോഴാണ് പുഡിങ്ങിന് ആ ഒരു കൺസിസ്റ്റൻസി ആ ഒരു തിക്കായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആട്ടോ ആഡ് ചെയ്തേക്കുന്നത്. ഇനി അത് നമുക്കൊരു 100 ml പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച നമ്മുടെ മാംഗോയും പാലും പഞ്ചസാരയും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മുടെ മാംഗോയും പാലും കൂടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണേ. ഇങ്ങനെ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിനൊന്ന് ഇളക്കി തിള കയറി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കോൺഫ്ലോർ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളയൊക്കെ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലേ. നല്ല രീതിക്ക് തിള വന്ന് കഴിയുമ്പോഴേ നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പോലെ നമ്മുടെ കോൺഫ്ലോറും പാലും കൂടി ചേർത്ത മിക്സ് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കാവേ. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ അത് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പയ്യെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ടിത് ഇളകി മിക്സ് ആവണം. അടിയിലൊക്കെ കോൺഫ്ലോർ ഒഴിച്ചുകൊണ്ട് കട്ട പിടിച്ചിട്ട് അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അടി ചേർത്ത് നന്നായിട്ട് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ കോൺഫ്ലോറിൻ്റെ മിക്സ് നമ്മൾ ഫുള്ള് ചേർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കൈവിടാതെ ഇളക്കി ഇങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരു പാകം എന്ന് പറയുന്നത്. ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരം എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാനായിട്ട് മാത്രം. പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ബട്ടർ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത ആ ഒരു മിക്സ് നമ്മൾ ആ ബൗളിലേക്ക് പകർന്നു കൊടുക്കാം. ബൗളിൽ നിന്ന് ഈസി ആയിട്ട് പോരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ബട്ടർ തേച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിനകത്ത് എന്തെങ്കിലും എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അതങ്ങ് ഈസി ആയിട്ട് റിമൂവ് ആയിക്കോളും. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിലാട്ടോ നമ്മൾ വെക്കുന്നത്, ഫ്രീസറിലല്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എങ്കിലേ അത് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാവേ. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ആ മാംഗോയുടെ ആ യെല്ലോ കളറും ആ ഒരു കൺസിസ്റ്റൻസി എല്ലാം കൂടി ആകുമ്പോൾ കണ്ടോ നല്ല ജെല്ലി പോലത്തെ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. തണുത്ത പുഡിങ് കഴിച്ച ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മാംഗോ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കണ്ടോ, സ്പൂണൊക്കെ ഇടുമ്പോഴത്തേനും നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ ടേസ്റ്റാട്ടോ. അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.